ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഞങ്ങൾ ഒന്ന് നെസ്റ്റോയിൽ പോകാമല്ലോ, ഓഫർ ഉണ്ടല്ലോ എന്ന് കരുതിയിട്ട് ഞങ്ങൾ പോകാനായിട്ട് തയ്യാറെടുപ്പ് ചെയ്യുമ്പോഴേക്കേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ഫോണിൽ ഊബർ സെർച്ച് ചെയ്തുള്ളൂ കേട്ടോ. ദേ കിടക്കുന്ന മുറ്റത്ത് ഊബർ കേട്ടോ. ഞങ്ങൾ ഡ്രസ്സ് പോലും മാറിയിട്ടുണ്ടായില്ല ഗൈസ്. അപ്പോൾ എന്ത് ചെയ്തു, വേഗം ഊബർ വന്നപ്പം ഞാൻ ജസ്റ്റ് ബുക്ക് ഇതാക്കിയുള്ളൂ കേട്ടോ. അപ്പോഴേക്കും ഊബർ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ വേഗം പോയിട്ട് ഡ്രസ്സൊക്കെ മാറി ഞങ്ങൾ വേഗം നെസ്റ്റോളിലേക്ക് പോയി. അങ്ങനെ നെസ്റ്റോളിൽ പോയിട്ട് അവിടെ ഓഫറും കാര്യങ്ങളും എന്തൊക്കെയാണെന്ന് നോക്കിയിട്ട് വാങ്ങിക്കാമെന്ന് വിചാരിച്ചോട്ടെ. കുറച്ച് പ്ലാനിങ് ഒക്കെ ആയിട്ടാണ് പോകുന്നത്. നടക്കോ എന്താണ് എന്നൊന്നും അറിയില്ല. സോ നമ്മുടെ ദിക്രുവിൻ്റെ ബർത്ത്ഡേ കഴിഞ്ഞ് അപ്പോൾ അവനിക്ക് സർപ്രൈസും ഗിഫ്റ്റ് ഒന്നും കൊടുത്തിട്ടുണ്ടായില്ല. അപ്പോൾ അവന് എന്തെങ്കിലും ഗിഫ്റ്റ് വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ എന്തെങ്കിലും ആ ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കാമെന്ന് കരുതിയിട്ടാട്ടോ പോകുന്നത്. പിന്നെ ഓഫറുള്ളത് നമുക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നുന്നത് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്ന് വിചാരിച്ചു. അപ്പോൾ ദിക്രാൻ അവിടെ എത്തിയപ്പോൾ എന്തായാലും അവൻ പറയുന്ന ആകെ ക്രയോൺസ്, കളേഴ്സ്, സ്കെച്ച് ബുക്ക്, ഡ്രോയിങ് ബുക്ക് അതൊക്കെയാണ് അവൻ പറയാം. അപ്പോൾ അവൻ അതന്നെ സെലക്ട് ചെയ്ത് ഞാൻ സ്റ്റഡി ടേബിൾ ഓഫർ കണ്ടു, അപ്പോൾ അത് വാങ്ങിക്കട്ടെ എന്ന് വിചാരിച്ചു. പക്ഷേ 3 പേർക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ചെറുത് നോക്കി അത് സെറ്റാവില്ല, ദിക്രുവിന് സെറ്റാവില്ല. അപ്പോൾ സെപ്പറേറ്റ് വാങ്ങിക്കാൻ പറ്റില്ല. 3 പേർക്ക് ഒരേപോലെ തന്നെ വാങ്ങിക്കണം. സെപ്പറേറ്റ് വാങ്ങിച്ചാൽ അവർക്ക് ചിലപ്പം എന്നെക്കായും ബെറ്റർ അതാണെന്ന് തോന്നി വീട്ടിൽ വന്ന് ചിലപ്പം അവർ തല്ലൂട്ടാവും. അപ്പം അത് കാരണം നമ്മൾ 3 ഒരേപോലത്തെ എടുക്കാൻ നോക്കി. പക്ഷേ ശരിയാവില്ല. റേറ്റ് ഓഫർ ഉണ്ട്, പക്ഷെ 3 എടുക്കുമ്പോൾ നമുക്ക് നല്ല ഒരു എമൗണ്ട് വരും. അപ്പം അത് തന്നെ വേണ്ടെന്ന് വെച്ചു. എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് സ്കെച്ച് തന്നെയാണ് പറയുന്നത്. അപ്പോൾ അത് വാങ്ങിക്കൊടുക്കാമെന്ന് കരുതി. അപ്പോൾ ഒലിവ് വന്നിട്ട് ടോയ്സിൻ്റെ അവിടേക്കൊക്കെ ആയിട്ടാണ് പോകുന്നത്. എത്ര ടോയ്സുകൾ ഉണ്ടെങ്കിലും അവർക്ക് ഇത് കാണുമ്പോൾ പിന്നെ അവർ അതന്നെ പോവുള്ളൂ, അതിമക്ക് തന്നെ പോവുള്ളൂ. അങ്ങനെ ഈ ഒരു ബസ്സിൻ്റെ ആ ഒരു ഇത് സ്കൂൾ തിങ്സാണ് ഇവിടെ ഫുള്ള്. അപ്പോൾ ഇത് കണ്ടപ്പോൾ ദിക്രു അതിൽ കുറച്ച് നേരം ഇരുന്ന് അങ്ങനെ കണ്ട് കളിച്ചു കേട്ടോ. അപ്പോൾ അവിടെ എല്ലാം നോക്കി അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ എടുത്തു. പിന്നെ ഞങ്ങൾക്ക് വേണ്ട കുറച്ച് ഐറ്റംസൊക്കെ എടുത്തു കേട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, നല്ല ഓഫറുണ്ട്, ഒരുപാട് ഐറ്റംസൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് വേണ്ടത് മാത്രം എടുത്തു കേട്ടോ. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിതാ തിരിച്ചു പോകുന്ന സമയത്ത് കുട്ടികൾക്ക് ജ്യൂസ് വേണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്തു, നല്ല ജ്യൂസൊക്കെ വാങ്ങിച്ചു. ഇതിൽ ഇപ്പോൾ ഫുൾ എല്ലാവരും വാങ്ങിക്കുന്നതും ട്രെൻഡിങ് ആയിട്ടുള്ളതാണ് കുലാഫയുടെ പല മോഡൽ വെറൈറ്റീസ്, ചോക്ലേറ്റും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഒരു ഡേറ്റ്സിൻ്റെ ഈത്തപ്പഴം ജ്യൂസ് വാങ്ങിച്ചു. പിന്നെ കുലാഫ ചോക്ലേറ്റ്സ് ഉണ്ടായിരുന്നു. അതിൽ ക്രീം നിറച്ചിട്ട് പിസ്ത ക്രീം ഉള്ളതുണ്ട്, പിന്നെ ഓറഞ്ച് ഫ്ലേവറുള്ള ക്രീമുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ട്, കുഴപ്പമില്ല. പിസ്ത തന്നെയാണ് കേട്ടോ ടേസ്റ്റ്. പച്ച കവർ പിസ്തൻ്റെയാണ്, അത് തന്നെയാണ് ടേസ്റ്റ്. അപ്പം ഞങ്ങളതൊക്കെ ടേസ്റ്റ് ചെയ്തു, അതൊക്കെ കഴിച്ചു. അപ്പോൾ ട്രാവലിങ്ങിൻ്റെ ഇടയിൽ ഉറക്കം വന്നിട്ട് ഒരു സൈഡ് ഉറങ്ങുന്നുണ്ട്, ഒരു സൈഡ് ജ്യൂസ് കുടിക്കുന്നുണ്ട്. അങ്ങനെ നല്ലൊരു കുഴപ്പമില്ലാത്ത നല്ലൊരു മൂഡായിട്ടുള്ള നല്ല കൂളായിട്ടുള്ളൊരു ട്രാവലിംഗ് ആൻഡ് ഷോപ്പിംഗ് വീഡിയോ ആണിത്. അപ്പോൾ എല്ലാവർക്കും എല്ലാ ഫ്ലേവറും ഇഷ്ടമാവണമെന്നില്ല. എനിക്ക് പിസ്ത ഫ്ലേവറാണ് ഇഷ്ടമായത്. കുട്ടികൾക്ക് വന്നിട്ട് ഓറഞ്ചിയുടെ ഫ്ലേവറാണ് ഇഷ്ടമായത് കേട്ടോ. അവർക്ക് ഈ ഒരു ഫ്ലേവറാണ്, ഈ ഒരു ചോക്ലേറ്റാണ് ഇഷ്ടമായത്. അത് കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഇപ്പോഴും റീൽസിലൊക്കെ കാണുന്ന പോലെ ഈ ഒരു ട്രെൻഡിങ് ആയിട്ടുള്ള റീൽ എടുത്താലോ എന്ന പ്ലാനിങ്ങിൽ ഞങ്ങൾ കുറേ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരെണ്ണം സക്സസ് ആയി. അത് കഴിഞ്ഞതിന് ശേഷം മോർണിംഗ് ഇത് വന്നിട്ട് നമ്മൾ നൂലപ്പം ഉണ്ടാക്കുകയാണ് ഗൈസ്. കുറേ നാൾക്ക് ശേഷമാണ് ഈ ഒരു എണ്ണം ട്രൈ ചെയ്യുന്നത് കേട്ടോ. കാരണം കുട്ടികളുടെ സ്കൂളിൽ പോക്കിൻ്റെ ഇടയിൽ തിരക്കിൻ്റെ ഇടയിൽ ബിസിയായി പോവും. അതാണ് ബ്രേക്ക്ഫാസ്റ്റ് കറക്റ്റ് സമയത്ത് കിട്ടില്ല. അത് കാരണം ഇത് ട്രൈ ചെയ്യാറില്ല. സോ ലോങ് ഡേയ്സിന് ശേഷം നമ്മളൊന്ന് ട്രൈ ചെയ്യുകയാണ്. അപ്പോൾ കുറേ ദിവസത്തിന് ശേഷം കിട്ടിയത് കാരണം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായി. എല്ലാവരും നല്ല കഴിച്ചു കേട്ടോ. ഇതും ചിക്കൻ കറിയും കൂടി കുട്ടികൾക്ക് കൊടുത്തിട്ടില്ല. കുട്ടികൾ ഇനി വന്നിട്ട് ഈവനിങ് കഴിക്കുള്ളൂ. കാരണം അവർ പോകുന്ന ആ ഒരു ടൈമിന് എല്ലാം റെഡി ആവണം. കാരണം അവർക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേറെ സെപ്പറേറ്റ് ഉണ്ടാക്കാറാണ്. കാരണം എല്ലാവർക്കും കൂടിയുള്ള ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുമ്പോൾ അവർക്ക് ടൈം സെറ്റ് ആവില്ല. അവർ ഡ്രസ്സ് ചെയ്യിക്കലും പറഞ്ഞയക്കലും അവർക്ക് ഫുഡ് കൊടുക്കലൊന്നും നടക്കില്ല. പിന്നെ അവർക്ക് ലഞ്ചും വേണം. അത് കാരണം അവർക്ക് സെപ്പറേറ്റ് ഫുഡ് ഉണ്ടാക്കി കൊടുത്തിരിക്കുകയാണ്. വന്നിട്ട് ഈവനിങ് അവർ കഴിക്കും. അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഞങ്ങൾ മഞ്ചേരിയിലെ ബഡ്ജറ്റിൽ പോയിട്ടോ.
അവിടെ പോയി നമ്മുടെ ഒലിവ് ചെറിയ ഇതും കുടിച്ചിട്ട് ഷോപ്പ് ചെയ്യാനായിട്ട് പോവാണ്. പക്ഷെ നമ്മൾ അധികം നിന്നില്ല കേട്ടോ, അവിടെ നല്ല തിരക്കാണ്. അത് കഴിഞ്ഞിതാ നമ്മൾ ഇന്നത്തെ ഫുഡ് എന്താണ്, മൈദപ്പുട്ടാണ് കേട്ടോ. ആരെങ്കിലും മൈദപ്പൊട്ട് കഴിച്ചിട്ടുണ്ടോ? മൈദപ്പൊട്ട് കഴിച്ചവരാണെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ല ടേസ്റ്റാണ്. കഴിക്കാത്തവരാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.